ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളത്തിന്റെ ഏത് വികസന പദ്ധതിയും നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മറികടക്കുന്നതിന് കൃത്യമായ നേതൃത്വമായി ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ജനാവലിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചത്. പണം ഒരു തടസ്സമല്ല വികസന പദ്ധതികൾക്ക് എന്ന കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫോറസ്റ്റ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ ഒരു തടസ്സമുണ്ടായപ്പോൾ ആ തടസ്സം നീക്കുന്നതിന് കേരളത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാട് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമുക്കെല്ലാം മാർഗദർശിയായി മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ പട്ടികജാതി സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാടിന്റെ പ്രിയപ്പെട്ട MP ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൽപ്പറ്റയുടെ പ്രിയപ്പെട്ട MLA ടി സിദ്ദീഖ് ഘോഷയാത്ര മുതൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. എല്ലാ മാർഗനിർദ്ദേശങ്ങളുമായി കൽപ്പറ്റയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ടി സിദ്ദീഖ് അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുന്നമംഗലത്തിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ PJ റഹീം അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച് പദ്ധതി അവതരിപ്പിക്കുന്നതിനും ബഹുമാനപ്പെട്ട ബിഷപ്പിനെ കൂട്ടി ആദ്യമായി മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിർദ്ദേശം നൽകുന്നതിനുമൊക്കെ മുൻകൈയെടുത്ത തിരുവമ്പാടിയുടെ മുൻ പ്രിയങ്കരനായ MLA ശ്രീ ജോർജൻ തോമസ് അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കൽപ്പറ്റയിൽ നേതൃത്വപരമായി ഇടപെടൽ നടത്തിയ കൽപ്പറ്റയുടെ മുൻ MLA ശ്രീ CK ശശീന്ദ്രൻ അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവർ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടുകൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താമരശ്ശേരി രൂപതയുടെ പ്രിയങ്കരനായിട്ടുള്ള മെത്രാൻ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവ് ഈ വേദിയിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ കണ്ട് ആദ്യം നിവേദനം സമർപ്പിക്കുന്ന സംഘത്തിൽ പ്രധാനിയായി ഉണ്ടായിരുന്ന റെമിജിയോസ് പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.